ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ന്യൂ ബോൺ എസൻഷ്യൽ വീഡിയോസിൻ്റെ പുതിയൊരു വീഡിയോ ചെയ്യാനാണ്. എങ്ങനെയാണ് ഫോർമുല മിൽക്ക് പ്രോപ്പർ രീതിയിൽ മിക്സ് ചെയ്യുന്നതിനെ പറ്റി പറയാനാണ്. ഞാൻ എൻ്റെ മോന് യൂസ് ചെയ്യുന്നത് ഏത് രീതിയിലാണ് മിക്സ് ചെയ്യുന്നത്, എത്രത്തോളം വെള്ളം എടുത്തിട്ടാണ്, അതിനെ പറ്റിയാണ്. ഒരുപാട് റിലേറ്റഡ് വീഡിയോസ് ഇതിനെപ്പറ്റി യൂട്യൂബിലുണ്ട്. പക്ഷേ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ എൻ്റെ മോന് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സിമിലാക് അഡ്വാൻസ് സ്റ്റേജ് 1 ആണ്. ഇത് അറ്റ് ബർത്ത് മുതൽ 6 മന്ത്സ് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂടെ ഇങ്ങനെയൊരു സ്കൂപ്പും കൂടി കിട്ടും. ഈ സ്കൂപ്പാണ് നമ്മൾ പൊടി മിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇങ്ങനൊരു ബോട്ടിലുണ്ട്. ഇത് 120 ml വരുന്ന ബോട്ടിലാണ്. ഒരു സ്കൂപ്പ് എന്ന് പറഞ്ഞ് 30 ml വാട്ടറാണ്. അപ്പോൾ 2 സ്കൂപ്പാണെങ്കിൽ 60 ml, 3 സ്കൂപ്പാണെങ്കിൽ 90 ml. അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക്. അതിൽ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളെല്ലാം ഈ പാക്കറ്റിൻ്റെ ബാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തൊരു മെയിനായിട്ടും പറയാൻ വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് യൂസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ കാര്യമാണ്. നമ്മൾ വെള്ളം, ചൂട് വെള്ളം വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി, പൊടി മിക്സ് ചെയ്യുന്നതിന് യൂസ് ചെയ്യാം. പക്ഷേ നമ്മളിപ്പം വെള്ളം തിളപ്പിച്ച് കൊണ്ടുവന്ന് ആറ്റി കുഞ്ഞിന് കൊടുക്കുമ്പോഴത്തേക്കും കുഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പ്രശ്നമൊക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം തിളപ്പിച്ചിട്ട് ഇതുപോലൊരു ഫ്ലാസ്കിനകത്ത് നേരത്തെ ഒഴിച്ച് വെക്കണം. നല്ലതുപോലെ വെള്ളം വെട്ടി തിളയ്ക്കണം. അപ്പോൾ ഒരു ഫ്ലാസ്ക് നിറയെ നല്ലതുപോലെ വെട്ടി തിളച്ച വെള്ളവും വേറൊരു ഫ്ലാസ്ക് നിറയെ വെള്ളം വെട്ടി തിളച്ച് തണുത്ത വെള്ളം. അപ്പോൾ ഈ 2 വെള്ളവും കൂടി മിക്സ് ചെയ്ത് നമ്മൾ ഈ ml-നകത്ത് ഇപ്പോൾ 30 ആണെങ്കിൽ 30, 60 ആണെങ്കിൽ 60, 90 ആണെങ്കിൽ 90 അങ്ങനെ ഒരു രീതിയിൽ എടുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുഞ്ഞിന് പൊടി കലക്കി കൊടുക്കാൻ എളുപ്പമായിരിക്കും. ഈ ഒരു ഹാക്ക് വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഫോർമുല മിൽക്ക് യൂസ് ചെയ്യുന്ന എല്ലാ അമ്മമാരും ബോട്ടിൽ വളരെ കെയർഫുള്ളായിട്ട് കൈകാര്യം ചെയ്യണം. എപ്പോഴും ഓരോ യൂസ് കഴിയുമ്പോൾ നല്ലപോലെ ചൂടുവെള്ളത്തിൽ കഴുകി വേണം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഗൈസ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ.